നമഃ ശിവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും ആത്മപ്രണാമം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 60-ാമത്തെ ശ്ലോകം വരെയാണ് നോക്കിയത്. ഇന്ന് നമുക്ക് 61-ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. സുധന്വാഖണ്ഡ പരശുർദാരുണോ ദ്രവിണപ്രദ ദിവസ്പൃക് സർവദൃക് വ്യാസോ വാചസ്പതിരയോ നിജ. സുധന്വാഖണ്ഡ പരശുർദാരുണോ ദ്രവിണപ്രദ ദിവസ്പൃക് സർവദൃക് വ്യാസോ വാചസ്പതിരയോ നിജ. ഇനി ഇതിലെ പദങ്ങളും അവയുടെ അർത്ഥങ്ങളും നമുക്കൊന്ന് നോക്കാം. സുധന്വാ, സുധന്വാ ശോഭനവും ഇന്ദ്രിയാദിമയവുമായ ശാർംഗമെന്ന ധനുസ് ഉള്ളവൻ. ശാർംഗം എന്ന ധനുസ് കയ്യിൽ ഏന്തിയവൻ മഹാവിഷ്ണു. അടുത്തത് ഖണ്ഡപരശുഹു. ഖണ്ഡപരശുഹു ശത്രുക്കളെ ഖണ്ഡനം ചെയ്യുന്ന പരശു ആയുധമായിട്ടുള്ള പരശുരാമ സ്വരൂപൻ. ശിക്ഷിക്കാനുള്ള വെൺമഴു ധരിച്ചവൻ പരശുരാമൻ. ദാരുണഃ, ദാരുണഃ സന്മാർഗ വിരോധികളോട് ദയയില്ലാത്തവൻ, ക്രൂരനായിട്ടുള്ളവൻ. സന്മാർഗത്തിൽ ചരിക്കുന്നവരോട് ക്രൂരനായിട്ട് ഉള്ളവൻ, ദുർമാർഗികൾക്ക് കഠോരനായിരിക്കുന്നവൻ. അടുത്തത് ദ്രവിണപ്രദഃ. ദ്രവിണപ്രദഃ ഭക്തന്മാർക്ക് വാഞ്ചിതമായ ധനം പ്രദാനം ചെയ്യുന്നവൻ. ഭക്തന്മാർക്ക് യഥേഷ്ടം ധനം നൽകുന്നവൻ. ധാരാളമായിട്ട് ആവശ്യത്തിലധികവും ഭക്തന്മാർക്കാണ്, ദുഷ്ടന്മാർക്കല്ല, ഭക്തന്മാർക്ക് ധനം നൽകുന്നവൻ. അടുത്തത് ദിവസ്പൃക്. ദിവസ്പൃക് ആകാശം മുട്ടി നിൽക്കുന്ന ആകാരത്തോടു കൂടിയവൻ. ദ്യോവിനെ അല്ലെങ്കിൽ സ്വർഗത്തെ സ്പർശിക്കുന്നവൻ ദിവസ്പൃക്. അടുത്തത് സർവദൃക് വ്യാസഃ. സർവദൃക് വ്യാസഃ സമ്പൂർണ്ണ ജ്ഞാനത്തിൻ്റെ വ്യാസം ചെയ്യുന്നവൻ അല്ലെങ്കിൽ വിസ്താരം ചെയ്യുന്നവൻ. സർവദൃക് വ്യാസഃ സമ്പൂർണ്ണ ജ്ഞാനത്തെ പ്രചരിപ്പിക്കുന്നവൻ. അടുത്തത് വാചസ്പതിരയോനിജഃ. വാചസ്പതിരയോനിജഃ വിശേഷണത്തോടു കൂടിയ ഏകനാമം വാചസ്പതിരയോനിജഃ. എല്ലാ വിദ്യകളുടെയും പതിയും സ്ത്രീ യോനിയിൽ നിന്ന് ജനിക്കാത്തവനും ആയവൻ. എല്ലാ വിദ്യകളുടെയും പതിയും സ്ത്രീ യോനിയിൽ നിന്ന് ജനിക്കാത്തവനും ആയവൻ. വിദ്യയുടെ പതിയും അമ്മയിൽ നിന്ന് ജന്മം സ്വീകരിക്കാത്തവനും ആയവനാണ് വാചസ്പതിരയോനിജഃ. ശോഭനമായ വില്ല് ധരിച്ചവനും ശത്രുക്കളെ അരിഞ്ഞു തള്ളുന്ന വെൺമഴു ധരിച്ചവനും ദുഷ്ടന്മാരെ ഭയാനക ഭാവത്തിൽ കൊല്ലുന്ന ഭക്തന്മാർക്ക് ഇഷ്ടം പോലെ ധനത്തെ നൽകുന്നവനും സ്വർഗത്തെ സ്പർശിക്കുന്നവനും സകല ജ്ഞാനത്തിൻ്റെയും ഇരിപ്പിടവും വ്യാഖ്യാതാവും ആയവനും ഗർഭധാരണത്തിലൂടെ ജനിക്കാത്ത അയോനിജനായ ബ്രഹ്മാവായവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. സുധന്വാഖണ്ഡ പരശുർദാരുണോ ദ്രവിണപ്രദ ദിവസ്പൃക് സർവദൃക് വ്യാസോ വാചസ്പതിരയോ നിജ. 62-ാമത്തെ ശ്ലോകം നോക്കാം. ത്രിസാമാസാമകഃ സാമദ് നിർവാണം ഭേഷജം ഭിഷക് സന്യാസകൃച്ഛമഃ ശാന്തോ നിഷ്ഠാ ശാന്തിഃ പരായണം. ത്രിസാമാസാമകഃ സാമ നിർവാണം ഭേഷജം ഭിഷക് സന്യാസകൃച്ഛമഃ ശാന്തോ നിഷ്ഠാ ശാന്തിഃ പരായണം. ഇനി ഇതിലെ പദങ്ങളൊന്ന് നോക്കാം. ത്രിസാമാഹ. ത്രിസാമാഹ 3 തരം സാമഗാനങ്ങളാൽ സ്തുതിക്കപ്പെടുന്നവൻ. ദേവവ്രതം മുതലായ 3 സാമങ്ങൾ. അടുത്തത് സാമഗഃ. സാമഗഃ
സാമഗാനം ചെയ്യുന്നവൻ. അടുത്തത് സാമ. സാമ സാമവേദ സ്വരൂപനായവൻ. അടുത്തത് നിർവാണം. നിർവാണം പരമാനന്ദ സ്വരൂപനായവൻ. അടുത്തത് ഭേഷജം. ഭേഷജം സംസാര രോഗത്തിന് ഔഷധമായവൻ. ഭേഷജം. അടുത്തത് ഭിഷക്. ഭിഷക് സംസാര രോഗത്തെ ചികിത്സിക്കുന്നവൻ. ഭിഷക്. അടുത്തത് സന്യാസകൃത്. സന്യാസകൃത് സന്യാസാശ്രമത്തെ കൽപ്പിച്ചവൻ. മോക്ഷത്തിനു വേണ്ടി 4ാമത്തെ ആശ്രമമായ സന്യാസത്തെ ഏർപ്പെടുത്തിയവൻ. അടുത്തത് ശമഹ. ശമഹ ജ്ഞാനസാധകമായ ശമത്തെ ഉപദേശിച്ചവൻ. ശമഹ എല്ലാ പ്രാണികളെയും ശമിപ്പിക്കുന്നവൻ. ശമഹ. അടുത്തത് ശാന്തഹ. ശാന്തഹ വിഷയസുഖങ്ങളിൽ അനാസക്തൻ. ശാന്തഹ വിഷയസുഖങ്ങളിൽ വിരക്തി വന്നവൻ. അടുത്തത് നിഷ്ഠാഹ. നിഷ്ഠാഹ പ്രളയകാലത്തിൽ എല്ലാ പ്രാണികളും ആരിൽ സ്ഥിതി ചെയ്യുന്നുവോ അവൻ. നിഷ്ഠാഹ ആരിലാണോ ഈ പ്രളയകാലത്ത് എല്ലാ ജീവജാലങ്ങളും സ്ഥിതി ചെയ്യുന്നത്, അങ്ങനെ ഉള്ള ആൾ. അടുത്തത് ശാന്തിഹി. ശാന്തിഹി എല്ലാ അവിദ്യകളിൽ നിന്നും ആത്യന്തികമായ മോചനം നേടിയവൻ. സമ്പൂർണമായ അവിദ്യയുടെ നിവൃത്തിയായ ബ്രഹ്മസ്വരൂപൻ. ശാന്തിഹി. അടുത്തത് പരായണം. പരായണം പുനരാവൃത്തിയുടെ ശങ്കയില്ലാത്ത പരമമായ അയനം അല്ലെങ്കിൽ സ്ഥാനം. പരമമായ അയനത്തോടു കൂടിയവൻ. പരായണഃ പുനരാവൃത്തിരഹിതമായ പ്രാപ്യസ്ഥാനമായവൻ. 3 സാമഗാനങ്ങളെ കൊണ്ട് സ്തുതിക്കപ്പെടുന്നവനും സാമഗാനം ചെയ്യുന്നവനും സമവേദ സ്വരൂപനായവനും പരമാനന്ദ സ്വരൂപനായവനും സംസാര ദുഃഖങ്ങൾ മാറ്റുന്ന മരുന്നായവനും സംസാരരൂപമായ രോഗത്തിന് ചികിത്സിക്കുന്ന വൈദ്യനായവനും സന്യാസ ആശ്രമാവസ്ഥയെ സൃഷ്ടിച്ചവനും ശമസ്വരൂപനായവനും ശാന്തസ്വരൂപനായവനും ധർമാദികളിൽ ശ്രദ്ധയുള്ളവനും ശാന്തമായ അവസ്ഥയുള്ളവനും അത്യുത്തമമായ ആശ്രയസ്ഥാനവുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ത്രിസാമാസാമഗസാമ നിർവാണം ഭേഷജം ഭിഷക് സന്യാസകൃച്ഛമശാന്തോ നിഷ്ഠാ ശാന്തിഃ പരായണം. 63ാമത്തെ ശ്ലോകം നോക്കാം. ശുഭാംഗശാന്തിദസ്രഷ്ടാ കുമുദഃ കുവലേശയ ഗോഹിതോ ഗോപതിർഗോപ്ത വൃഷഭാക്ഷോ വൃഷപ്രിയ. ശുഭാംഗശാന്തിദസ്രഷ്ടാ കുമുദഃ കുവലേശയ ഗോഹിതോ ഗോപതിർഗോപ്ത വൃഷഭാക്ഷോ വൃഷപ്രിയ. ഇനി ഇതിലെ പദങ്ങളും അവയുടെ സാമാന്യമായ അർത്ഥവും നമുക്കൊന്ന് നോക്കാം. ശുഭാംഗഃ. ശുഭാംഗഃ സുന്ദരമായ ശരീരത്തെ ധരിക്കുന്നവൻ. മംഗളമായ അംഗങ്ങളോട് കൂടിയവൻ. മംഗളകരമായ അംഗങ്ങളോട് കൂടിയവൻ അല്ലെങ്കിൽ സുന്ദരമായ ശരീരത്തെ ധരിക്കുന്നവൻ. അടുത്തത് ശാന്തിദഃ. ശാന്തിദഃ ശാന്തിയെ ദാനം ചെയ്യുന്നവൻ. ശാന്തിദഃ. അടുത്തത് സ്രഷ്ടാ. സ്രഷ്ടാ സർവചരാചരങ്ങളുടെയും സൃഷ്ടികർത്താവ്. സ്രഷ്ടാ എല്ലാ പ്രാണികളുടെയും സൃഷ്ടികർത്താവ് അല്ലെങ്കിൽ എല്ലാ ചരാചരങ്ങളുടെയും സർവചരാചരങ്ങളുടെയും സൃഷ്ടികർത്താവ്. സ്രഷ്ടാവ്. അടുത്തത് കുമുദഃ. കുമുദഃ ഭൂമിയിൽ മോദിക്കുന്നവൻ. ഭൂമിയിൽ മോദിക്കുന്നവൻ അതായത് ഭൂമിയിൽ സന്തോഷത്തെ നൽകുന്നവൻ. കുമുദഃ. കുവലേശയഃ. കുവലേശയഃ കുവലയത്തിൽ ശയിക്കുന്നവൻ. കുവലയം ജലം. ജലത്തിൽ ശയിക്കുന്നവൻ അല്ലെങ്കിൽ കുവലത്തിന്മേൽ ശയിക്കുന്നവൻ. കുവലം സർപ്പത്തിൻ്റെ ഉദരം, അതിൻ്റെ പുറത്ത് ശയിക്കുന്നവൻ. അടുത്തത് ഗോഹിതഃ. ഗോഹിതഃ ഭൂമിക്കും ഗോക്കൾക്കും ഹിതത്തെ ചെയ്യുന്നവൻ. ഗോക്കളുടെ ഹിതകാരിയായവൻ. അടുത്തത് ഗോപതിഹി. ഗോപതിഹി ഭൂമിയുടെ പതി. ഭൂമി, പശു, വാക്ക്
എന്നിവയുടെ നാഥനായി വിളങ്ങുന്നവൻ ഗോപതി. അടുത്തത് ഗോപ്ത, ജഗത്തിൻ്റെ രക്ഷകൻ, മായ കൊണ്ട് തന്നെത്താൻ ആവരണം ചെയ്യപ്പെട്ടവൻ, ജഗത് രക്ഷകനും ഗോപ്യമായവനും ആയിട്ട് ഇരിക്കുന്നവൻ ഗോപ്ത. അടുത്തത് വൃഷഭാക്ഷ, സകല കാമങ്ങളെയും വർഷിക്കുന്ന അക്ഷികളോട് കൂടിയവൻ, ധർമ്മമാകുന്ന അക്ഷികളോട് കൂടിയവൻ, അക്ഷി കണ്ണ്, ധർമ്മമാകുന്ന കണ്ണുകളോട് കൂടിയവൻ. അടുത്തത് വൃഷപ്രിയ, വൃഷം അല്ലെങ്കിൽ ധർമ്മം പ്രിയമായിരിക്കുന്നവൻ, ധർമ്മ തൽപരനായവൻ. വൃഷപ്രിയ, ധർമ്മ തൽപരനായിരിക്കുന്നവൻ. സുന്ദരമായ ശരീര അവയവങ്ങളോട് കൂടിയവനും ആത്യന്തികമായ ശാന്തി നൽകുന്നവനും യുഗാരംഭത്തിൽ എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നവനും ഭൂമിയിൽ അവതരിച്ച് സന്തോഷിക്കുന്നവനും അനന്തൻ്റെ മുകളിൽ ശയിക്കുന്നവനും പശുക്കളെ പരിപാലിച്ചവനും ഭൂമി, പശു, വാക്ക് എന്നിവയുടെ പതിയായവനും മായയാൽ മറഞ്ഞിരുന്നുകൊണ്ട് ജഗത്തിനെ സംരക്ഷിക്കുന്നവനും ധർമ്മസ്വരൂപനായി ധർമ്മത്തെ പ്രകാശിപ്പിക്കുന്ന കണ്ണുകളുള്ളവനും ധർമ്മ തത്പരനായവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ശുഭാംഗശാന്തിദസ്രഷ്ട കുമുദഃ കുവലേശയ ഗോഹിതോ ഗോപതിർഗോപ്ത വൃഷഭാക്ഷോ വൃഷപ്രിയ. 64-ാമത്തെ ശ്ലോകം നോക്കാം. അനിവർത്തി നിവൃത്താത്മാ സംക്ഷേപ്താക്ഷേമകൃച്ഛിവ ശ്രീവത്സവക്ഷാ ശ്രീവാസ ശ്രീപതി ശ്രീമതാംബര. അനിവർത്തി നിവൃത്താത്മാ സംക്ഷേപ്താക്ഷേമകൃച്ഛിവ ശ്രീവത്സവക്ഷാ ശ്രീവാസ ശ്രീപതി ശ്രീമതാംബര. ഇനി ഇതിലെ പദങ്ങളും അവയുടെ അർത്ഥവും നോക്കാം. അനിവർത്തി, ദേവാസുര യുദ്ധത്തിൽ നിന്ന് പിന്മാറാതിരുന്നവൻ, ധർമ്മത്തിൽ നിന്ന് വിമുഖനാവാത്തവൻ, ധർമ്മത്തിൽ നിന്നും പിന്മാറാത്തവൻ. നിവൃത്താത്മാ, വിഷയങ്ങളിൽ നിന്ന് നിവൃത്തമായ ആത്മാവുള്ളവൻ, വിഷയങ്ങളിൽ നിന്നും വിരക്തമായ മനസ്സോടു കൂടിയവൻ. സംക്ഷേപ്ത, പ്രളയകാലത്ത് പ്രപഞ്ചത്തെ തന്നിലേക്ക് ചുരുക്കുന്നവൻ. സംക്ഷേപ്ത, വിസ്തൃതമായ ജഗത്തിനെ സംക്ഷിപ്ത രൂപത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നവൻ. അടുത്തത് ക്ഷേമകൃത്, തന്നെ പ്രാപിക്കുന്ന വസ്തുവിന് ക്ഷേമം, അതായത് രക്ഷ നൽകുന്നവൻ, ഭക്തരിൽ ക്ഷേമത്തെ പ്രദാനം ചെയ്യുന്നവൻ. അടുത്തത് ശിവഃ, തൻ്റെ നാമസ്മരണം കൊണ്ട് തന്നെ എല്ലാവരെയും പരിശുദ്ധരാക്കി ചെയ്യുന്നവൻ. ശിവഃ, നാമം ജപിക്കുന്ന ഭക്തരെ പരിശുദ്ധനാക്കുന്നവൻ. ശിവഃ. അടുത്തത് ശ്രീവത്സവക്ഷ, ശ്രീവത്സം എന്ന മറുകുള്ള വക്ഷസോടു കൂടിയവൻ. ഭഗവാന്റെ മാറിലുള്ള മറുകിൻ്റെ പേരാണ് ശ്രീവത്സം. അങ്ങനെയുള്ള ആ മറുക് ഉള്ള ആൾ എന്ന അർത്ഥത്തിലാണ് ശ്രീവത്സ വക്ഷ എന്ന് പറയുന്നത്. അടുത്തത് ശ്രീവാസഃ, ഒരിക്കലും മാറാതെ വക്ഷസിൽ ശ്രീവസിക്കുന്നവൻ, ഒരിക്കലും മാറാതെ വക്ഷസിൽ ശ്രീവസിക്കുന്നവൻ. ശ്രീവാസാഹ, ലക്ഷ്മീദേവിയുടെ വാസസ്ഥാനമായവൻ. ലക്ഷ്മീദേവിയുടെ എന്നാൽ ലക്ഷ്മീദേവിയുടെ വാസസ്ഥാനമായവൻ. ശ്രീവാസാഹ. അടുത്തത് ശ്രീപതിഹി, ശ്രീയുടെ പതിയായിരിക്കുന്നവൻ, ലക്ഷ്മീദേവിയുടെ ഭർത്താവ്, അതാണ് ശ്രീപതി. അടുത്തത് ശ്രീമതാംബരഃ,
ശ്രീമാന്മാരിൽ വെച്ച് പ്രധാനിയായവൻ. ശ്രീമതാം വരഹ, ഐശ്വര്യമുള്ളവരിൽ ശ്രേഷ്ഠനായുള്ളവൻ. ശ്രീമതാം വരഹ, ഒരു കാര്യത്തിൽ നിന്നും പിന്മാറാത്തവനും വിഷയസുഖങ്ങളിൽ നിന്ന് വിരക്തമായ മനസ്സോടു കൂടിയവനും കൽപ്പാന്തകാലത്ത് ലോകത്തെ തന്നിലേക്ക് ചുരുക്കുന്നവനും ആശ്രിതർക്ക് ക്ഷേമം ചെയ്യുന്നവനും മംഗളസ്വരൂപനായ ശിവനായവനും മാറിൽ ശ്രീവത്സം എന്ന മറുകുള്ളവനും ഹൃദയത്തിൽ മഹാലക്ഷ്മിയെ സ്ഥിരമായി വസിപ്പിക്കുന്നവനും ലക്ഷ്മീപതിയായവനും വേദജ്ഞാനികളിൽ വെച്ച് ശ്രേഷ്ഠനായവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. അനിവർത്തി നിവൃത്താത്മാ സംക്ഷേപ്താക്ഷേമകൃച്ഛിവ ശ്രീവത്സവക്ഷാ ശ്രീവാസ ശ്രീപതി ശ്രീമതാം വര. 65 ശ്ലോകം നോക്കാം. ശ്രീധ ശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാൻ ലോകത്രയാശ്രയ. ശ്രീധ ശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാൻ ലോകത്രയാശ്രയ. ഇനി ഇതിലെ പദങ്ങൾ നമുക്കൊന്ന് നോക്കാം. ശ്രീദഹ, ശ്രീദഹ, ഭക്തന്മാർക്ക് ശ്രീയെ ദാനം ചെയ്യുന്നവൻ, ഭക്തന്മാർക്ക് ഐശ്വര്യത്തെ നൽകുന്നവൻ. അടുത്തത് ശ്രീശഹ, ശ്രീശഹ, ശ്രീയുടെ ഈശനായവൻ, ശ്രീദേവിയുടെ നാഥനായവൻ. അടുത്തത് ശ്രീനിവാസഹ, ശ്രീനിവാസഹ, ശ്രീമാന്മാരിൽ നിത്യവും നിവസിക്കുന്നവൻ. അടുത്തത് ശ്രീനിധിഹി, ശ്രീനിധിഹി, സകല ശ്രീകളും നിധാനം ചെയ്തിരിക്കപ്പെട്ടവൻ. നിധാനം ചെയ്യുക, സൂക്ഷിച്ചു വയ്ക്കുക. സകല ശ്രീകളും നിധാനം ചെയ്തിരിക്കപ്പെട്ടവൻ. ശ്രീനിധിഹി, സർവ ഐശ്വര്യങ്ങൾക്കും ഇരിപ്പിടമായിട്ടുള്ളവൻ. അടുത്തത് ശ്രീവിഭാവനഃ, ശ്രീവിഭാവനഃ, എല്ലാ പ്രാണികൾക്കും അവരുടെ കർമാനുസാരിയായ ഐശ്വര്യങ്ങളെ ദാനം ചെയ്യുന്നവൻ. ശ്രീവിഭാവനഃ, കർമാനുസാരം ജീവികൾക്ക് ഐശ്വര്യത്തെ ഉണ്ടാക്കിക്കൊടുക്കുന്നവൻ. അടുത്തത് ശ്രീധരഃ, ശ്രീധരഃ, എല്ലാ പ്രാണികളുടെയും മാതാവായ ശ്രീയെ മാറിടത്തിൽ ധരിച്ചിരിക്കുന്നവൻ. ശ്രീധരഃ, ലക്ഷ്മീദേവിയെ മാറിൽ ധരിച്ചിരിക്കുന്നവൻ. ശ്രീധരഃ. അടുത്തത് ശ്രീകരഃ. ആദ്യത്തേത് ശ്രീധരഃ, ഇത് ശ്രീകരഃ, ഭക്തന്മാരെ ശ്രീയോട് കൂടിയവരാക്കി ചെയ്യുന്നവൻ. ശ്രീകരഃ, ഭക്തന്മാരെ ഐശ്വര്യമുള്ളവരാക്കി തീർക്കുന്നവൻ. അടുത്തത് ശ്രേയഃ, ശ്രേയഃ, ശ്രേയസ്വരൂപൻ, ശ്രേയസ്വരൂപൻ, ഒരിക്കലും നശിക്കാത്ത സുഖത്തെ പ്രാപിക്കലായ ശ്രേയസിൻ്റെ രൂപമായിരിക്കുന്നവൻ. ശ്രേയഃ. അടുത്തത് ശ്രീമാൻ, ശ്രീമാൻ, ശ്രീകൾ ആരിലുണ്ടോ അവൻ ശ്രീമാൻ, എല്ലാ തരത്തിലുമുള്ള ഐശ്വര്യങ്ങളോട് കൂടിയവൻ ശ്രീമാൻ. അടുത്തത് ലോകത്രയാശ്രയഃ, ലോകത്രയാശ്രയഃ, ത്രിലോകങ്ങൾക്കും ആശ്രയമായിട്ടുള്ളവൻ, 3 ലോകങ്ങളുടെയും ആശ്രയമായിട്ടുള്ളവൻ. ലോകത്രയാശ്രയഃ. ആശ്രിതന്മാർക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നവനും ശ്രീ ഭഗവതിയുടെ നാഥനായവനും ഐശ്വര്യം, സമ്പത്ത്, വേദജ്ഞാനം, ബുദ്ധി എന്നിവയുള്ള ശ്രീമാന്മാരിൽ വസിക്കുന്നവനും ഐശ്വര്യങ്ങളുടെ ഇരിപ്പിടമായവനും കർമ്മഫലം അനുസരിച്ച് സമസ്ത ജീവികൾക്കും ഐശ്വര്യത്തെ ഉണ്ടാക്കിക്കൊടുക്കുന്നവനും ശ്രീയെ ധരിക്കുന്നവനും സകല ചരാചരങ്ങളുടെയും ഉള്ളിൽ വസിച്ച് തൻ്റെ ചൈതന്യത്തെ പ്രശോഭിപ്പിക്കുന്നവനും ഒരിക്കലും നശിക്കാത്ത ശ്രേയസ് ആയിരിക്കുന്നവനും സകല വിധത്തിലുമുള്ള ഐശ്വര്യങ്ങൾ ഉള്ളവനും 3 ലോകങ്ങൾക്കും ആശ്രയമായിട്ടുള്ളവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. ശ്രീധ ശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാൻ ലോകത്രയാശ്രയ. 26 ശ്ലോകം നോക്കാം. സ്വക്ഷസ്വംഗശദാനന്ദോ നന്ദിർജ്യോതിർഗണേശ്വര വിജിതാത്മാ വിധേയാത്മാ സത്കീർത്തിശ്ചിന്ന സംശയ. സ്വക്ഷസ്വംഗശദാനന്ദോ നന്ദിർജ്യോതിർഗണേശ്വര
വിജിതാത്മാ വിധേയാത്മാ സത്കീർത്തിശ്ചിന്ന സംശയ. ഇനി ഇതിലെ പദങ്ങൾ നമുക്കൊന്ന് നോക്കാം. സ്വക്ഷഃ, സ്വക്ഷഃ, സുന്ദരങ്ങളായ അക്ഷികളോട് കൂടിയവൻ. സ്വക്ഷഃ. അടുത്തത് സ്വംഗഃ, സ്വംഗഃ, സുന്ദരങ്ങളായ അംഗങ്ങളോട് കൂടിയവൻ. അടുത്തത് ശതാനന്ദഃ, ശതാനന്ദഃ, ഏകനും പരമാനന്ദ സ്വരൂപനുമാണെങ്കിലും അനേകം പ്രകാരത്തിലായിത്തീരുന്നവൻ. അടുത്തത് നന്ദിഹി, നന്ദിഹി, പരമാനന്ദ സ്വരൂപൻ, പരമാനന്ദ സ്വരൂപനായിട്ടുള്ളവൻ നന്ദിഹി. അടുത്തത് ജ്യോതിർഗണേശ്വരഃ, ജ്യോതിർഗണേശ്വരഃ, ജ്യോതിർഗണങ്ങളുടെ അല്ലെങ്കിൽ നക്ഷത്ര പങ്ക്തിയുടെ ഈശ്വരൻ, ജ്യോതിർഗണങ്ങളുടെ ഈശ്വരൻ. അടുത്തത് വിജിതാത്മാ, വിജിതാത്മാ, ആത്മാവിനെ ജയിച്ചിട്ടുള്ളവൻ. വിജിതാത്മാ, വിജയിച്ചിട്ടുള്ളവൻ, ആത്മാവിനെ വിജയിച്ചിട്ടുള്ളവൻ, വിജിതാത്മാ. അടുത്തത് അവിധേയാത്മാ, അവിധേയാത്മാ, ആരാലും വിധാനം ചെയ്യപ്പെടാൻ കഴിയാത്ത സ്വരൂപത്തോടു കൂടിയവൻ, അവിധേയാത്മാ. അടുത്തത് സത്കീർത്തി, സത്കീർത്തി, സത്യമായ കീർത്തിയോടു കൂടിയവൻ, സത്കീർത്തി. അടുത്തത് ഛിന്ന സംശയ, ഛിന്ന സംശയ, എല്ലാ വസ്തുക്കളെയും സാക്ഷാത്കരിക്കുന്നതിനാൽ സംശയലേശമില്ലാത്തവൻ, എല്ലാ വസ്തുക്കളെയും സാക്ഷാത്കരിക്കുന്നതിനാൽ സംശയം ലേശം പോലും ഇല്ലാത്തവൻ, ഛിന്ന സംശയ. അത്യന്ത സുന്ദരമായ കണ്ണുകളുള്ളവനും അഴകുള്ള അവയവങ്ങൾ ഉള്ളവനും പല പ്രകാരത്തിലും ആനന്ദം അനുഭവിക്കുന്നവനും ആനന്ദസ്വരൂപനായവനും ജ്യോതിർഗണങ്ങൾക്കെല്ലാം പ്രകാശം പ്രദാനം ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നവനും ആത്മനിയന്ത്രണം ഉള്ളവനും ആരുടെയും അധീനതയിൽ കഴിയാത്തവനും യഥാർത്ഥമായ കീർത്തിയുള്ളവനും സംശയങ്ങൾ ഇല്ലാത്തവനുമായ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. സ്വക്ഷസ്വംഗശതാനന്ദോ നന്ദിർജ്യോതിർഗണേശ്വര വിജിതാത്മാ വിധേയാത്മാ സത്കീർത്തിശ്ചിന്ന സംശയ. 67 ശ്ലോകം നോക്കാം. ഉദീർണ സർവതശ്ചക്ഷുരനീശാശ്വതസ്ഥിര ഭൂഷയോ ഭൂഷണോ ഭൂതിർവിശോകശോകനാശന. ഉദീർണ സർവതശ്ചക്ഷുരനീശാശ്വതസ്ഥിര ഭൂഷയോ ഭൂഷണോ ഭൂതിർവിശോകശോകനാശന. ഇനി ഇതിലെ പദങ്ങൾ നോക്കാം. ഉദീർണഃ, ഉദീർണഃ, എല്ലാ പ്രാണികളിലും വെച്ച് ഉത്കൃഷ്ടനായവൻ, ഉദീർണഃ. അടുത്തത് സർവതശ്ചക്ഷുഃ, സർവതശ്ചക്ഷുഃ, തൻ്റെ ചൈതന്യ സ്വരൂപം കൊണ്ട് എല്ലാ ഭാഗത്തുമുള്ള എല്ലാ വസ്തുക്കളെയും കാണുന്നവൻ, തൻ്റെ ചൈതന്യം കൊണ്ട് എവിടെ ഏത് ഭാഗത്തുള്ള വസ്തുക്കളെയും കാണപ്പെടുന്നവൻ, കാണുന്നവൻ. അടുത്തത് അനീശഃ, ഈശനായി ഒരുവനും ഇല്ലാത്തവൻ, അനീശഃ, മറ്റൊരു ഈശ്വരൻ ഇല്ല, പകരം വയ്ക്കാനായിട്ട് മറ്റൊരു ഈശ്വരൻ ഇല്ലാത്തവൻ. അടുത്തത് ശാശ്വതസ്ഥിരഃ, ശാശ്വതസ്ഥിരഃ, നിത്യനാണെങ്കിലും ഒരിക്കലും വികാരത്തെ പ്രാപിക്കാത്തവൻ. അടുത്തത് ഭൂഷയഃ, ഭൂഷയഃ, ലങ്കയിലേക്കുള്ള മാർഗാന്വേഷണ വേളയിൽ ഭൂമിയിൽ ശയിച്ചവൻ. അടുത്തത് ഭൂഷണഃ, ഭൂഷണഃ, അവതാരങ്ങളെ കൊണ്ട് ഭൂമിയെ ഭൂഷിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ അലങ്കരിപ്പിക്കുന്നവൻ, ഭൂഷണഃ. അടുത്തത് ഭൂതിഹി, ഭൂതിഹി, സകല വിഭൂതികൾക്കും കാരണമായവൻ, ഭൂതിഹി. അടുത്തത് വിശോകഃ, വിശോകഃ, പരമാനന്ദ സ്വരൂപനാകയാൽ ശോകം ഇല്ലാത്തവൻ, വിശോകനാണ്, ശോകമില്ല, ദുഃഖം ഇല്ലാത്തവൻ. അടുത്തത് ശോകനാശനഃ, ശോകനാശനഃ, സ്മരണ മാത്രം കൊണ്ട് തന്നെ ഭക്തന്മാരുടെ ശോകത്തെ നശിപ്പിക്കുന്നവൻ, ഭക്തന്മാരുടെ എല്ലാം ദുഃഖത്തെ ഇല്ലാതാക്കുന്നവൻ, ശോകനാശനഃ, ശോകത്തെ നശിപ്പിക്കുന്നവൻ. ഔദാര്യമുള്ളവനും ആരെക്കാളും ഉത്കൃഷ്ടനായവനും എല്ലാം കാണുവാൻ ശേഷിയുള്ള കണ്ണുകളോട് കൂടിയവനും ഈശനായി മറ്റാരുമില്ലാത്തവനും ഒരു മാറ്റവും ഇല്ലാതെ ഒരേ നിലയിൽ
ഉറച്ചു നിൽക്കുന്നവനും ഭൂമിയിൽ ശയിക്കുന്നവനും അവതാരങ്ങൾ സ്വീകരിച്ച് ഭൂമിയെ അലങ്കരിക്കുന്നവനും ഐശ്വര്യസ്വരൂപനും ശോകം ഇല്ലാത്തവനും ഭക്തജനങ്ങളുടെ ശോകത്തെ അകറ്റുന്നവനുമായ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഉദീർണ സർവതശ്ചക്ഷുരനീശാശ്വതസ്ഥിര ഭൂഷയോ ഭൂഷണോ ഭൂതിർവിശോകശോകനാശന. 68-ാമത്തെ ശ്ലോകം നോക്കാം. അർച്ചിഷ്മാനർച്ചിതഃ കുംഭോ വിശുദ്ധാത്മാ വിശോധന അനിരുദ്ധോ പ്രതിരഥ പ്രദ്യുപ്നോമിത വിക്രമ. അർച്ചിഷ്മാനർച്ചിതഃ കുംഭോ വിശുദ്ധാത്മാ വിശോധന അനിരുദ്ധോ പ്രതിരഥ പ്രദ്യുപ്നോമിത വിക്രമ. ഇനി ഇതിലെ പദങ്ങൾ നമുക്കൊന്ന് നോക്കാം. അർച്ചിഷ്മാൻ, അർച്ചിഷ്മാൻ, ആരുടെ അർച്ചിസുകളെ കൊണ്ട് അല്ലെങ്കിൽ രശ്മികളെ കൊണ്ട് സൂര്യചന്ദ്രന്മാർ അർച്ചിസുകളാകുന്നുവോ അവൻ. ആരുടെ രശ്മികളെ കൊണ്ട് സൂര്യചന്ദ്രന്മാർ അർച്ചിസുകളാകുന്നുവോ അങ്ങനെയുള്ള ആൾ. അടുത്തത് അർച്ചിതഃ. അർച്ചിതഃ, എല്ലാ ലോകങ്ങളാലും പൂജിക്കപ്പെടുന്നവരായ ബ്രഹ്മാദികളാൽ അർച്ചിക്കപ്പെടുന്നവൻ, എല്ലാവരാലും അർച്ചിക്കപ്പെടുന്നവൻ. അടുത്തത് കുംഭഃ. കുംഭഃ, കുംഭം പോലെ എല്ലാ വസ്തുക്കളും സ്ഥിതി ചെയ്യുന്നവൻ. അടുത്തത് വിശുദ്ധാത്മാ. വിശുദ്ധാത്മാ, സത്വരജസ്തമോ ഗുണങ്ങൾക്കും അതീതനായവൻ. സത്വഗുണത്തിനും രജോ ഗുണത്തിനും തമോ ഗുണത്തിനും ഈ 3 ഗുണങ്ങൾക്കും അതീതനായവൻ. അടുത്തത് വിശോധനഃ. സ്മരണ മാത്രം കൊണ്ട് സകല പാപങ്ങളെയും നശിപ്പിക്കുന്നവൻ. ഞൊടിയിടയിൽ നിമിഷനേരം കൊണ്ട് എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുന്നവൻ. അനിരുദ്ധഃ. അനിരുദ്ധഃ, ശത്രുക്കളാൽ ഒരിക്കലും ജയിക്കപ്പെടാത്തവൻ, അനിരുദ്ധ സ്വരൂപമെടുത്തവൻ. അടുത്തത് അപ്രതിരഥഃ. അപ്രതിരഥഃ, പ്രതിപക്ഷൻ അല്ലെങ്കിൽ വിരുദ്ധപക്ഷൻ ആയി ആരും ഇല്ലാത്തവൻ, തനിക്കെതിരായിട്ട് ആരും തന്നെ ഇല്ലാത്തവൻ. അടുത്തത് പ്രദ്യുമ്നഃ. പ്രദ്യുമ്നഃ, പ്രകൃഷ്ടമായ പ്രകൃഷ്ടമായ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ദ്യുമ്ന. ദ്യുമ്ന എന്നാൽ ധനം, ധനത്തോടു കൂടിയവൻ, പ്രദ്യുമ്നായി അവതരിച്ചവൻ. പ്രദ്യുമ്നഃ, പ്രദ്യുമ്നായി അവതരിച്ചവൻ. അടുത്തത് അമിത വിക്രമഃ. അമിത വിക്രമഃ, അപരിമിതമായ വിക്രമത്തോടു കൂടിയവൻ. അമിത വിക്രമഃ. സൂര്യൻ, ചന്ദ്രൻ മുതലായവരെ പ്രകാശിപ്പിക്കുന്നവനും എല്ലാവരാലും അർച്ചിക്കപ്പെടുന്നവനും പ്രപഞ്ചത്തിലെ സമസ്ത പദാർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്ന നിറകുടമായവനും പരിശുദ്ധമായ ആത്മാവോടു കൂടിയവനും പാപങ്ങളെ ഇല്ലാതാക്കി പവിത്രീകരിക്കുന്നവനും ശത്രുക്കൾക്ക് തടയാൻ പറ്റാത്ത അനിരുദ്ധനായവനും എതിരാളികളായി ആരുമില്ലാത്തവനും അതിയായ ബലമുള്ള പ്രദ്യുമ്നായവനും അളക്കാൻ ആവാത്ത മഹാപരാക്രമശാലിയായവനുമായ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. അർച്ചിഷ്മാനർച്ചിത കുംഭോ വിശുദ്ധാത്മാ വിശോധന അനിരുദ്ധോ പ്രതിരഥ പ്രദ്യുമ്നോമിത വിക്രമ. 69-ാമത്തെ ശ്ലോകം നോക്കാം. കാലനേമിനിഹാ വീരശൗരിശൂരജനേശ്വര ത്രിലോകാത്മാ ത്രിലോകേശ കേശവഃ കേശിഹാ ഹരി. കാലനേമിനിഹാ വീരശൗരിശൂരജനേശ്വര ത്രിലോകാത്മാ ത്രിലോകേശ കേശവഃ കേശിഹാ ഹരി. ഇനി ഇതിലെ പദങ്ങളും അവയുടെ അർത്ഥവും നമുക്കൊന്ന് നോക്കാം. കാലനേമിനിഹ. കാലനേമിനിഹ, കാലനേമി എന്ന അസുരനെ കൊന്നവൻ. കാലനേമി എന്ന അസുരനെ കൊന്നവൻ ശ്രീരാമചന്ദ്രൻ. അടുത്തത് വീരഹ. വീരഹ, ശൂരൻ. വീരൻ എന്നാൽ ശൂരൻ. അടുത്തത് ശൗരിഹി. ശൗരിഹി, ശൂരകുലത്തിൽ ജനിച്ചവൻ. അടുത്തത് ശൂരജനേശ്വര. ശൂരജനേശ്വര, ശൗര്യത്തിൻ്റെ ആധിക്യത്താൽ ഇന്ദ്രാദികളെ ശാസിക്കുന്നവൻ. ശൂരജനേശ്വര. അടുത്തത് ത്രിലോകാത്മാ. ത്രിലോകാത്മാ, 3 ലോകങ്ങളുടെയും ആത്മാവായിരിക്കുന്നവൻ. ത്രിലോകാത്മാ. അടുത്തത് ത്രിലോകേശ. ത്രിലോകേശ, 3 ലോകങ്ങളുടെയും ഈശൻ. 3 ലോകങ്ങളുടെയും ഈശനായിട്ടുള്ളവൻ.
അടുത്തത് കേശവഃ. കേശവഃ സൂര്യൻ മുതലായവയുടെ അന്തർഭാഗത്ത് വ്യാപിച്ചിരിക്കുന്ന കിരണങ്ങളോട് കൂടിയവൻ. കേശവഃ കേശങ്ങൾ അല്ലെങ്കിൽ കിരണങ്ങളോട് കൂടിയവൻ. അടുത്തത് കേശിഹ. കേശിഹ കേശി എന്ന അസുരനെ കൊന്നവൻ. കേശിഹ. അടുത്തത് ഹരിഹി. ഹരിഹി അവിദ്യാരൂപമായ കാരണത്തോടുകൂടെ സംസാരത്തെ ഹരിക്കുന്നവൻ. അവിദ്യാരൂപമായ കാരണത്തോടുകൂടെ സംസാരത്തെ ഹരിക്കുന്നവൻ. കാലനേമി എന്ന അസുരനെ വധിച്ചവനും സാമർഥ്യം ഉള്ളവനും ശൂരസേനന്റെ വംശത്തിൽ പിറന്നവനും ശൂരന്മാർക്ക് ആരാധ്യനായിട്ടുള്ളവനും ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് ഈ 3 അവസ്ഥകളുടെയും ആത്മാവായവനും 3 ലോകങ്ങളുടെയും ഈശ്വരനായവനും ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരായ ത്രിമൂർത്തി സ്വരൂപമായവനും കേശി എന്ന അസുരനെ വധിച്ചവനും എല്ലാവരെയും ആകർഷിക്കുന്നവനും പാപത്തെ നശിപ്പിക്കുന്നവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. കാലനേമിനിഹാവീര ശൗരിശൂരജനേശ്വര ത്രിലോകാത്മാ ത്രിലോകേശ കേശവഃ കേശിഹാ ഹരി. 70-ാമത്തെ ശ്ലോകം നോക്കാം. കാമദേവഃ കാമപാലഃ കാമീ കാന്തഃ കൃതാഗമ അനിർദ്ദേശ്യ വപുർവിഷ്ണുർവീരോ നന്ദോ ധനഞ്ജയ. കാമദേവഃ കാമപാലഃ കാമീ കാന്തഃ കൃതാഗമ അനിർദ്ദേശ്യ വപുർവിഷ്ണുർവീരോ നന്ദോ ധനഞ്ജയ. ഇനിയും ഇതിലെ പദങ്ങൾ നമുക്കൊന്ന് നോക്കാം. കാമദേവഃ. കാമദേവഃ കാമനും ദേവനും ആയിരിക്കുന്നവൻ. പുരുഷാർത്ഥ ചതുഷ്ടയത്തെ ഇച്ഛിക്കുന്നവരാൽ കാമിക്കപ്പെടുന്നവൻ. കാമദേവഃ. അടുത്തത് കാമപാലഃ. കാമപാലഃ കാമികളുടെ കാമങ്ങളെ പാലിക്കുന്നവൻ. അടുത്തത് കാമീ. കാമീ സ്വഭാവേന തന്നെ പൂർണ്ണ കാമൻ. സ്വഭാവം കൊണ്ട് തന്നെ പൂർണ്ണ കാമനായിട്ടുള്ളവൻ. കാമീ. അടുത്തത് കാന്തഃ. കാന്തഃ അതിസുന്ദരമായ ശരീരത്തോടു കൂടിയവൻ. കാന്തഃ അതിസുന്ദരമായ ശരീരത്തോടു കൂടിയവൻ. അടുത്തത് കൃതാഗമഃ. കൃതാഗമഃ സ്മൃതി മുതലായ ആഗമങ്ങളുടെ രചയിതാവ്. കൃതാഗമഃ. അടുത്തത് അനിർദ്ദേശ്യ വപുഃ. അനിർദ്ദേശ്യ വപുഃ ഗുണാദികൾക്ക് അതീതമാകിയാൽ ഇന്ന വിധത്തിലാണെന്ന് നിർദ്ദേശിക്കുവാൻ കഴിയപ്പെടാത്ത വപുസുള്ളവൻ. അനിർദ്ദേശ്യ വപുഃ. അടുത്തത് വിഷ്ണുഃ. വിഷ്ണുഃ ഭൂമിയിലും ആകാശത്തിലും വ്യാപിച്ചിരിക്കുന്ന അത്യധികമായ കാന്തിയോട് കൂടിയവൻ. വിഷ്ണുഃ. വിഷ്ണു എന്നാൽ ഈ ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നവൻ, ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നവൻ. അടുത്തത് വീരഃ. വീരഃ ഗതി മുതലായവയോട് കൂടിയവൻ. അടുത്തത് അനന്തഃ. അനന്തഃ വ്യാപിയും നിത്യനും സർവാത്മാവും ദേശകാല വസ്തുക്കളാൽ അപരിച്ഛിന്നനുമായവൻ. അനന്തഃ അനന്തമായിട്ടുള്ളവൻ. അനന്തഃ. അടുത്തത് ധനഞ്ജയഃ. ധനഞ്ജയഃ. ധനഞ്ജയഃ ദിഗ്വിജയാവസരത്തിൽ വളരെ ധനത്തെ ജയിച്ച അർജുനൻ വിഭൂതിയായിട്ടുള്ളവൻ. ധനഞ്ജയഃ. എല്ലാവരുടെയും മനസ്സിൽ ആഗ്രഹത്തെ ജനിപ്പിക്കുന്ന കാമദേവനായവനും ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ രക്ഷിക്കുന്നവനും ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നവനും അതിസുന്ദരനും ആഗമങ്ങളെ നിർമ്മിച്ചവനും ഇന്ന വിധമാണെന്ന് പറയുവാൻ സാധിക്കാത്ത ശരീരമുള്ളവനും പ്രകാശത്താൽ ലോകം മുഴുവൻ വ്യാപിച്ചവനും ഗതി, വ്യാപ്തി, കാന്തി തുടങ്ങിയ ഗുണങ്ങൾ ഉള്ളവനും ആദിയും അവസാനവുമില്ലാത്ത വിഭൂതികളുള്ളവനും രാജ്യസൂയ യാഗത്തിന് അളവറ്റ ധനം ശേഖരിച്ച് നൽകിയ അർജുനനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. കാമദേവഃ കാമപാലഃ കാമീ കാന്തകൃതാഗമ അനിർദ്ദേശ്യ വപുർവിഷ്ണുർവീരോ നന്ദോ ധനഞ്ജയ.